നമുക്ക് ഇന്ന് SCERT സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നോക്കാം. വിധിയുടെ ചക്രങ്ങൾ ഒരുനാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരങ്ങളായിരിക്കും. ഇപ്രകാരം പറഞ്ഞതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളി ഇന്ത്യ വിഭജനം, അഭയാർത്ഥി പ്രവാഹം. എന്തൊക്കെയായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ? ഇന്ത്യ വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് നെഹ്റു. ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വെടിവെച്ചത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. എവിടെ വെച്ചാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്? ന്യൂഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ചുമതല നിർവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് VP മേനോൻ. പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയന കരാറിൽ ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണവും ആണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. അപ്പം പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ലയന കരാറിൽ ഏതൊക്കെ വകുപ്പുകളുടെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദും കാശ്മീരും ജുനഗഡും. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. VP മേനോൻ ജനിച്ചത് 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത്. VP മേനോൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. VP മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത് 1952. അപ്പോൾ VP മേനോൻ ഒറീസയിലാണ് ഗവർണറായി ചുമതലയേറ്റിയ വർഷം 1952. യഥാർത്ഥത്തിൽ 1951 മെയ് 6 മുതൽ 1951 ജൂലൈ 17 വരെ ആക്ടിംഗ് ഗവർണറായി സ്ഥാനം വഹിക്കുകയാണ് ചെയ്തത്. പക്ഷേ SCERTയിൽ 1952 ആണ്. വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്തമായ സിനിമകൾ: മേഘാ ദാക്കധാര, ഋത്തികട്ടക്ക്, ഗരം ഹവ, MS സത്യു, തമസ്, ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റോക്സ്. അപ്പം മേഘാ ദാക്കധാര ആരാണ്? മേഘാ ദാക്കധാര, ഋത്തികട്ടക്ക്, ഗരം ഹവ, MS സത്യു, ഗരം ഹവ, MS സത്യു, തമസ്, ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റോക്സ്. സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അധീന പ്രദേശങ്ങൾ. അധിനിവേശ പ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷങ്ങൾ: ഫ്രാൻസ്, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഏതൊക്കെയാണ്? ഫ്രാൻസ് ഏതാണ് പ്രദേശങ്ങൾ? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. പോർച്ചുഗൽ ആണെങ്കിൽ ഗോവ, ദാമൻ, ദിയു 1961. അപ്പോൾ ഫ്രാൻസിൽ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം 1954. പോർച്ചുഗലിൽ ഗോവ, ദാമൻ, ദിയു 1961. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 51-52 കാലഘട്ടത്തിൽ. എപ്പോഴാണ് ഭരണഘടനാനുസൃതമായി ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്? 51-52. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം.
തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് പോച്ചിശ്രീ രാമലു. എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് പോച്ചിശ്രീ രാമലു മരണമടഞ്ഞത്? 58. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകൃതമായ വർഷം 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ എച്ച് എൻ കുൻസ്രുവും സർദാർ കെ എം പണിക്കർ. അപ്പോൾ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ എച്ച് എൻ കുൻസ്രു, സർദാർ കെ എം പണിക്കർ. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനർസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1956. അപ്പോൾ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പുനർസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1956. ഈ നിയമപ്രകാരം ആദ്യം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് അഥവാ റഷ്യയിൽ നിന്നും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏതാ? മിശ്ര സമ്പദ് വ്യവസ്ഥ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാനാണ് ഗുൽസാരിലാൽ നന്ദ. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും. അപ്പോൾ ആദ്യ ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും. പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1951. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1951. വിദേശ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. അപ്പം ഭിലായ് സോവിയറ്റ് യൂണിയനാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പോൾ റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോയും ഭിലായും സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2 കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് 51 ഒക്ടോബർ 2. ശാസ്ത്ര വ്യാവസായ ഗവേഷണ സമിതി പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും എസ് എൻ ഭട്നഗറുമാണ്. ശാസ്ത്ര വ്യാവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും എസ് എൻ ഭട്നഗർ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബ. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി സ്ഥാപിതമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IIT. 1954 64 ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം എത്രയാ? 5. കാലഘട്ടം എപ്പോഴാണ്? 1954 64 ഇടയിൽ സ്ഥാപിതമായ IIT-കളുടെ എണ്ണം 5. ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായതാണ് 1962. അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകൃതമായത് സംഘടനയാകുമ്പം 1969. അപ്പം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പ എവിടെയാ? തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക സ്വതന്ത്ര രാഷ്ട്രം എന്ന ബഹുമതി നേടിയത് ഇന്ത്യ. അപ്പോൾ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസന രാഷ്ട്രം എന്ന ബഹുമതി നേടിയത് ഇന്ത്യ. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യൻ ഏജൻസികളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും.
ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ-1. ചന്ദ്രയാൻ-1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-ന് ചന്ദ്രയാൻ-1 വിക്ഷേപിച്ചത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വതന്ത്ര പേടകം എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പിയാണ് വിക്രം സാരാഭായ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന പേര് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ (VSSC). ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ ആയ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏതൊക്കെയാ? SLV-3യും PSLV എന്നിവ വികസിപ്പിച്ചത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് DS കോത്താരിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം. ആരുടെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസ നയം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് 2009. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. അടുത്ത വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ശുപാർശകൾ: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിനു പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 48. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിക്കണം. അടുത്ത ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 1952. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഡോക്ടർ S കോത്താരി കമ്മീഷൻ 1964. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം അഥവാ 10 പ്ലസ് ടു പ്ലസ് 3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരെയും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് തങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. അവരുടെ വാക്കുകളാണ്. ജവഹർലാൽ നെഹ്റു 1947. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗവൻലായും. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസർച്ച് ആൻഡ് ട്രെയിനിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ: സംഗീത നാടക അക്കാദമി, ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. അടുത്ത ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ആസ്ഥാനം ന്യൂഡൽഹി.